ബഹുമാനായ യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട കളരിയകളെ അതിഥികൾ, നിങ്ങളുടെ മുമ്പിൽ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീ സി രാധാകൃഷ്ണൻ എന്ന സുശ്രുതനായ മലയാളം എഴുത്തുകാരൻ്റെ കാലം മാതൃഭൂമി പബ്ലിക്കേഷൻസ് അതൊരു പുസ്തക രൂപത്തിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ ആഖ്യായിക വായിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ്. സി രാധാകൃഷ്ണൻ എന്ന ഒരു മലയാളി എഴുത്തുകാരനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഇന്ന് 83 വയസ്സിലെത്തി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ചമ്രവട്ടം എന്ന് പറയുന്ന പൊന്നാനിക്കടുത്ത് മലപ്പുറം ചമ്രവട്ടം സ്വദേശിയാണ്. അദ്ദേഹം ഫിസിക്സിലെ ഊർജ്ജതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണം അടക്കമുള്ള മേഖലകളിൽ ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ പത്രപ്രവർത്തനം കുറേയധികം കാലം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൂടാതെ 40-ലധികം പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ, പ്രധാനമായും മലയാളത്തിലുള്ള നോവലുകൾ രചിച്ചിട്ടുള്ള ആളാണ് ശ്രീ സി രാധാകൃഷ്ണൻ. അദ്ദേഹം ആദ്യകാലത്ത് എഴുതിയിരുന്നത് ചെറിയ ലഘു നോവലുകളായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുന്തോറും എല്ലാം വായിക്കുന്ന കടലും, പുഴ മുതൽ പുഴ വരെയും, സ്പന്ദമാവിനികളെ, നന്ദി തുടങ്ങിയ പുസ്തകങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും വലിയ ബൃഹത്തായ ആഖ്യായികളുടെ മേഖലയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അതില് കേരളത്തിലെ ഗ്രാമീണ അന്തരീക്ഷം വരുന്ന രചനകളുണ്ട്, ശാസ്ത്രം വിഷയമായി വരുന്ന രചനകളുണ്ട്, നഗര പശ്ചാത്തലം വിഷയമായി വരുന്ന കഥാപരിസരമായി വരുന്ന രചനകളുമെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു വിധത്തിൽപ്പെട്ട എല്ലാവിധ പുരസ്കാരങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, മൂർത്തിദേവ് പുരസ്കാരം, വയലാർ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ഇങ്ങനെ അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് ശ്രീ സി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നുള്ള ഒരു നോവൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിതത്തെ ആധാരമാക്കി രചിച്ചിട്ടുള്ള ഒരു നോവൽ വളരെ പ്രസിദ്ധമാണ്. പല പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ആ ഒരു നോവലിനാണ്. കാലം കാത്തുവയ്ക്കുന്നത് ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ കൊല്ലം, അതിന് മുമ്പ് കൊല്ലമൊക്കെ ആയിട്ട് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന കഥയാണ്. കാലത്തിന് മുൻപേ എഴുതപ്പെട്ട ഒരു ആശയമാണ്. കാലം കാത്തുവയ്ക്കുന്നത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് എഴുതേണ്ടത് കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ടാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാലുള്ള ലോകത്തിലെ ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ എല്ലാം വികസനവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശാസ്ത്രം പശ്ചാത്തലമാക്കിയുള്ള ഒരു മികച്ച രചനയാണ് കാലം കാത്തുവയ്ക്കുന്നത്. അതാണ് വളരെ അത്ഭുതകരമായ കാര്യം. 83 വയസ്സുള്ള സി രാധാകൃഷ്ണനാണ് നാളെ എഴുതേണ്ട ഒരു പുസ്തകം മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പുരോഗതി, അടുത്ത നൂറ്റാണ്ടിലെ പോരാട്ടം, മനുഷ്യരും ജനിതക സന്തതികളും തമ്മിലാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ആ നോവലിന്റെ പ്രമേയമായി വരുന്നത്. ജനിതക സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ കൃത്രിമ ബുദ്ധി, റോബോട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ, മനുഷ്യരോടൊപ്പം തന്നെ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന, മനുഷ്യരോട് മത്സരിക്കുന്ന യന്ത്രമനുഷ്യർ, നിർമ്മിത ബുദ്ധിയുള്ള മനുഷ്യർ, അവരെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരു പുസ്തകം. വരും കാലത്തിന്റെ അനിശ്ചിതാവസ്ഥയിൽ മനുഷ്യരും പ്രകൃതിക്കുമായി നാം മുന്നേ തന്നെ ഒരു പ്രത്യയശാസ്ത്രം കരുതി വയ്ക്കണം എന്ന് വാദിക്കുന്ന ഒരു നോവൽ. ആഗോള താപനവും പരിസ്ഥിതി നാശവും എല്ലാം മനുഷ്യകുലത്തിന്റെ തന്നെ സർവനാശത്തിന് കാരണമായി മാറുന്നു. യുദ്ധങ്ങളുടെ ശൈലി മാറുന്നു. ആണവയുദ്ധം, ജൈവയുദ്ധം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യുദ്ധങ്ങളിലേക്ക് പോകുന്നു. അതിജീവനം എളുപ്പമാകുന്നില്ല. അതോടൊപ്പം തന്നെ മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയുന്ന സങ്കല്പത്തിനും അപ്പുറത്തേക്ക് ഹ്യൂമനോയിഡുകളുടെ ഒരു കാലം വരും. മനുഷ്യരെ പോലെ ചിരിക്കുകയും ചിന്തിക്കുകയും കരയുകയും ജോലി ചെയ്യുകയും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്യുന്ന, മനുഷ്യരുമായി തുല്യം നിന്ന് മത്സരിക്കുന്ന യന്ത്രമനുഷ്യർ, ഹ്യൂമനോയിഡുകൾ എന്ന് പറയുന്ന സംഭവമാണ്. അതെല്ലാം വരുന്നു. ഈ ജനിതക സന്തതികളും മനുഷ്യരും തമ്മിൽ ആണ് നാളത്തെ യുദ്ധം. ആ യുദ്ധം എങ്ങനെയാകും എന്നുള്ളത് പ്രവചനാതീതമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കാലത്ത് മാനുഷിക മൂല്യങ്ങളെല്ലാം അപ്രസക്തമാകുന്നു. ഇങ്ങനെയുള്ള ഒരു കാലത്താണ് ഈ കഥ നടക്കുന്നത്.
ഈ കഥയിലെ കഥാപാത്രങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഭാരതത്തിൽ നിന്നുള്ളവരുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവിടെ നിന്നെല്ലാം വരുന്ന വ്യത്യസ്തരായ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്. കഥാപരിസരം എന്ന് പറയുന്നതാകട്ടെ ഐക്യരാഷ്ട്ര സഭയുണ്ട്, പല രാജ്യങ്ങളുമുണ്ട്. അതുകൂടാതെ ബഹിരാകാശം വരെ വരുന്ന ഒരു കഥാപരിസരത്തിലൂടെയാണ് ഈ കഥ നീങ്ങുന്നത്. ആഖ്യാനത്തിലെ പുതുമയല്ല കാലം കാത്തുവയ്ക്കുന്നത് എന്ന നോവലിന്റെ പ്രത്യേകത, മറിച്ച് പ്രമേയത്തിലെ നവീനതയാണ്. ഇനിയും വരേണ്ടതായ ഒരു പ്രമേയം എന്നുള്ള നിലയ്ക്കാണ് കാലം കാത്തുവയ്ക്കുന്നത് എന്നുള്ള പുസ്തകം പ്രസക്തമായി മാറുന്നത്. വർത്തമാനകാല പരിതസ്ഥിതികളിൽ ചുറ്റിത്തിരിയാതെ പ്രപഞ്ചത്തോളം വികസിക്കുന്ന, വളരുന്ന ഭാവന, ആ ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ സി രാധാകൃഷ്ണൻ ഈ ഗ്രന്ഥത്തെ കൊണ്ടുവരുന്നത്. മനുഷ്യരെ തൊഴിൽ രഹിതരാക്കുന്ന യന്ത്രമനുഷ്യർ, നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധിക്ക് അപ്പുറം പോയി പ്രവർത്തിക്കുന്ന ഒരു കാലം. കാലാവസ്ഥ പ്രതികൂലമാവുന്നു. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ മനുഷ്യരുടെ കൂട്ടപലായനം നടക്കും. അധിനിവേശങ്ങൾ ഉണ്ടാകും. പലതരത്തിലുള്ള മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ചൈനയുടെ സാമ്രാജ്യത്വ ഭീകരത, ചൈനയുടെ കോർപ്പറേറ്റ് സംസ്കാരം, അവിടെയുള്ള ശതകോടീശ്വരന്മാരായ ഭരണാധികാരികൾ, അവിടെ തടവുകാരുടെ തൊഴിൽ ശേഷി സൗജന്യമായി ഉപയോഗിച്ച് തടിച്ചു കൊഴുക്കുന്ന ചൈനയിലെ വൻ വ്യവസായങ്ങൾ, അവസാനം ഈ സാങ്കേതിക വിദ്യ തന്നെ സർവനാശത്തിന് കാരണമായി തീരുന്ന ഒരവസ്ഥ അവിടെ മുൻകൂട്ടി പ്രവചിക്കപ്പെടും. അതിന്റെ കൂടെ തന്നെ ചൈനയുടെ അടുത്ത് കിടക്കുന്ന ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമായ ടിബറ്റിന്റെ ജാതകം ഒന്നിലധികം അധ്യായങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഈ ഐക്യരാഷ്ട്രസഭയിലെത്തുന്ന ഉദ്യോഗസ്ഥർ ടിബറ്റിലെ ആത്മീയാചാര്യനായ ദലൈലാമയെ കാണാൻ പോകുന്നു. ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു തിരിച്ചു വരുന്നു. എങ്കിൽ പോലും ദലൈലാമയുടെ ഒരു ആത്മീയതയും അദ്ദേഹത്തിന്റെ ഒരു സൗമനസ്യവും എല്ലാം നാളേക്കുള്ള ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ ഒരു ഭാഗത്തു കൂടി ശ്രീ സി രാധാകൃഷ്ണൻ ഈ നോവലിൽ അവതരിപ്പിക്കുക. അതുകൂടാതെ ആഗോള സാമ്പത്തിക അസമത്വം, വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ചെലവുകൾ, അധിനിവേശങ്ങൾ, പിടിച്ചടക്കലുകൾ, ഇതെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുകയാണ്. ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറം സംഭവിച്ചേക്കാവുന്ന ശാസ്ത്ര പുരോഗതിയും അവയുടെ പ്രത്യാഘാതങ്ങളുമെല്ലാം ഈ നോവലിന്റെ ഭാഗമായി മാറുന്നു. എന്നാൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്ന ഈ ശാസ്ത്ര പുരോഗതി മനുഷ്യന്റെ ആർത്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നോവലിൽ കാണുന്നത്. വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാനും കീഴടക്കാനും കൊന്നൊടുക്കാനുമുള്ള വാസന കുറേയേറെ മനുഷ്യരിൽ ഉണ്ടാകുന്ന അവസ്ഥ. യന്ത്രഗർഭങ്ങളിലൂടെ മെച്ചപ്പെട്ട മനുഷ്യ മനസ്സുകളെ സൃഷ്ടിക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലത്ത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന കുറേയേറെ കഥാപാത്രങ്ങൾ, ഡോക്ടർ ഹെർമനി ഷോ, മനു, തനേക, ഇഡ എന്നൊക്കെ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുറേയധികം സമർത്ഥരായ മിടുക്കരായ കഥാപാത്രങ്ങൾ. അത് പ്രായമുള്ളവരുണ്ട്, അതോടൊപ്പം ചെറുപ്പക്കാരായ ആളുകളുണ്ട്. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് തന്നെ ആഗോള ശക്തികൾക്കെതിരെ പോരാടുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ഈ പ്രതിഭകൾ. ലോകനാശത്തെ മറികടന്നുകൊണ്ട് നല്ല ഒരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നേറുന്ന, പരിശ്രമിക്കുന്ന ശാസ്ത്ര പ്രതിഭകളായ അപൂർവ ധിഷണാശാലികളായ വ്യക്തികളാണ് ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സി രാധാകൃഷ്ണൻ കഥാപാത്രം. അവരെങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആയുധപ്പുരകളെയും ആണവായുധ കേന്ദ്രങ്ങളെയും ഒരേ സമയം സംഹാരത്തിന് വിധേയമാക്കാൻ കഴിയുക എന്ന ഒരു വലിയ ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി മുന്നോട്ട് പോകുന്നു. ഈ ശാസ്ത്രജ്ഞന്മാർ അതിൽ വിജയിക്കുകയാണ്. അവിടെ ഹ്യൂമനിസത്തിന്റെ മാനവികതയുടെ ഒരു കരട് രൂപം ഉണ്ടാവുകയാണ്. അവരുടെ സങ്കല്പങ്ങൾ അനുസരിച്ച് ആളോഹരി വരുമാനം എന്ന സങ്കല്പത്തിനപ്പുറം ആളോഹരി ആനന്ദം ലക്ഷ്യമാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ ശുഭപ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം, സാമ്രാജ്യത്വ ശക്തികളെല്ലാവരും അനവധി ആയുധങ്ങൾ പിടിച്ചടക്കി അവിടെ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. നാളെ നടക്കാനുള്ള, ഉടനെ തന്നെ വൈകാതെ തന്നെ നടക്കാനുള്ള ഒരു വലിയ ആണവയുദ്ധത്തിന്റെ പ്രതീക്ഷയുമായി നിൽക്കുകയാണ്. അവിടെ ഈ യുവപ്രതിഭകൾ ഉണ്ടാക്കുന്ന ശാസ്ത്രീയ വിജയം മൂലം
ലോകത്തിൽ മറ്റൊന്നിനും ഒരു നാശവും ഉണ്ടാക്കാതെ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ആണവ ആയുധ ശേഖരങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ നിർമ്മിത ബുദ്ധി അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ തന്നെ നേരെ പോയി അങ്ങ് നശിപ്പിക്കുക. അത്രയും ആയുധങ്ങളുടെ നാശമുണ്ടാക്കുമ്പോൾ അവിടെ മനുഷ്യരാശിക്കോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രാജ്യങ്ങൾക്കോ ഒന്നും ഒരു നാശവും ഉണ്ടാകുന്നില്ല. ഈ ആയുധങ്ങൾ മാത്രം കത്തി നശിച്ചു പോവുകയും അതിനുശേഷം ഇവർ സ്വപ്നം കണ്ട ഈ ആളോഹരി ആനന്ദം ലക്ഷ്യമാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതായിട്ടാണ് കാലം കാത്തുവയ്ക്കുന്നത് എന്നുള്ള നോവൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ശീർഷകം കാലം കാത്തുവയ്ക്കുന്നത്. എന്തൊക്കെയാണ് കാലം നമുക്ക് വേണ്ടി കാത്തുവച്ചിട്ടുള്ളത് എന്നാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, കെട്ട കാലമാണ്, ഈ വരുന്ന വലിയ വലിയ വിപത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള എല്ലാ വിപത്തുകൾക്കിടയിലും ചിന്തിക്കുന്ന മനസ്സുകൾ ഉണ്ടെങ്കിൽ, നന്മ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഈ വിപത്തുകളുടെ അപ്പുറത്ത് പോയി നിന്നുകൊണ്ട് ശുഭപ്രതീക്ഷകളുടെ വിത്തുകൾ പാകാൻ കഴിയും എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആഖ്യായികയെ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ആഖ്യാനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ എഴുത്തച്ഛൻ ചാരിക പൈതലിനെ കൊണ്ടാണ് കഥ പറയിച്ചത്. ഇന്നത്തെ എഴുത്തച്ഛന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളാണ് സി രാധാകൃഷ്ണൻ. അദ്ദേഹം ഇവിടെ ഒരു കിളി മുത്തശ്ശൻ വരുന്നു. ഓരോ അധ്യായവും കഴിയുമ്പോൾ കിളി മുത്തശ്ശന്റെ ഒരു ആഖ്യാനം. കിളി മുത്തശ്ശൻ ഈ കഥയെക്കുറിച്ച് പറയുന്നു, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ നോവലിന്റെ ആഖ്യാനത്തിലെ മറ്റൊരു പ്രത്യേകത. തീർച്ചയായിട്ടും ഭാരതീയ ഭാഷകൾക്കപ്പുറത്തേക്ക് പടർന്ന് പന്തലിക്കാനുള്ള പ്രമേയ ശക്തിയും സ്വീകാര്യതയുമുള്ള വളരെ മഹത്തായ ബൃഹത്തായ ഒരു നോവലാണ് സി രാധാകൃഷ്ണന്റെ കാലം കാത്തുവയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മരിച്ചതുപോലെ ജീവിക്കുന്ന കുറെ അധികം മനുഷ്യരുള്ള നാടാണ് നമ്മുടേത്. എല്ലാം കഴിഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന നമ്മളുടെ നാട്ടിൽ ശതാഭിഷേകത്തോടടുക്കുന്ന സി രാധാകൃഷ്ണൻ 15 വർഷങ്ങൾക്ക് ശേഷം എഴുതേണ്ട ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ് കാലം കാത്തുവയ്ക്കുന്നത് എന്നുള്ള ഈ ഗ്രന്ഥരചന നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. രാധാകൃഷ്ണനെ വായിച്ചിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിന്റെ ഭാഷയുടെ പ്രത്യേകത. നിർമ്മലമായ മനോഹരമായ ഭാഷയാണ് ഇതിലുടനീളം പ്രയോഗിച്ചിട്ടുള്ളത്. വളരെ സുഖകരമായി വായിച്ചു പോകാവുന്ന പുസ്തകം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ വായിച്ചത്, ആഴ്ചതോറും വരുന്നതാണ് ഞാൻ വായിച്ച് എൻ്റെ അനുഭവമെങ്കിലും ഒരു പുസ്തക രൂപത്തിലേക്ക് പോകുമ്പോഴും തീർച്ചയായിട്ടും ആ ഒരു തലത്തിൽ തന്നെ വായിച്ചു പോകാൻ പറ്റുന്ന നല്ല വായനാസുഖമുള്ള ഒരു ഗ്രന്ഥമാണ് ഈ കാലം കാത്തുവയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരു വായനാനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കുറച്ച് വലിയ ഒരു ഗ്രന്ഥമാണ്. കാലം കാത്തുവയ്ക്കുന്നത് എന്താണ് അറിയുക. ഈ പറയുന്ന ഹ്യൂമനോയിഡുകളുടെ കാലത്ത്, നിർമ്മിത ബുദ്ധിയുടെ കാലത്ത്, മനുഷ്യനും നിർമ്മിത ബുദ്ധിയും യന്ത്രങ്ങളും തമ്മിൽ, മനുഷ്യരും ജനിതക സന്തതികളും തമ്മിൽ മത്സരിക്കുന്ന യുദ്ധം ചെയ്യുന്ന കാലത്ത് നന്മയ്ക്ക്, മനുഷ്യത്വത്തിന്, മാനവികതയ്ക്ക്, ഹ്യൂമനോയിഡുകൾക്കപ്പുറം ഹ്യൂമനിസത്തിന് ഒരു വിജയമുണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്ന, ആളോഹരി വരുമാനത്തിനപ്പുറം ആളോഹരി ആനന്ദം കണ്ടെത്തുന്ന ഒരു സമൂഹം ഈ ലോകത്ത് മുഴുവൻ ഉണ്ടാകണം എന്നുള്ള സുഖപ്രതീക്ഷയോടുകൂടി സി രാധാകൃഷ്ണൻ രചിച്ചിട്ടുള്ള കാലം കാത്തുവയ്ക്കുന്നത് എന്ന ഈ ഗ്രന്ഥം എല്ലാ സുഹൃത്തുക്കളും വായിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി.